ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്നാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള DP പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. ഒരുപാട് ആൾക്കാർ പണ്ട് തൊട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോഡ് റണ്ണിങ് ഇല്ലെങ്കിൽ DP പ്രൊജക്റ്റാണ് ബ്ലസ്. അതേപോലെ തന്നെ പുതിയ കുറേ യൂസേഴ്സും ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് എയർ ഡ്രോപ്പ് കിട്ടുന്നത്, അതേപോലെ തന്നെ എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ആൾറെഡി ടെലിഗ്രാം ചാനലിലുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടാവും. മേ ബി നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കുറച്ച് കാലങ്ങളിലേക്ക് ബ്ലസ് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഫസ്റ്റ് അവൻ്റെ എയർ ഡ്രോപ്പിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ആദ്യം തന്നെ അവർ ബ്ലസ് ദ ടൈം എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10% ഓഫ് ബ്ലസ് ഫോർ മെയിൻ നെറ്റ് ലോഞ്ച് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 10% മെയിൻ നെറ്റ് ലോഞ്ച് ആയിരിക്കും, ഇല്ലെങ്കിൽ അതിൽ 10% ആയിരിക്കും നമുക്ക് കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ അവരൊരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ഒരു ടോക്കണാണ്. ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണാണ് നമുക്ക് ബ്ലസ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ 0 എയർ ഡ്രോപ്പ്, അപ്പോൾ ആദ്യത്തെ എയർ ഡ്രോപ്പിൻ്റെ പേരാണ് ചാപ്റ്റർ 0 എയർ ഡ്രോപ്പ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ചാപ്റ്റർ 0 എയർ ഡ്രോപ്പ് റെപ്രസെൻറ്റ് അവർ ടെസ്റ്റ് നെറ്റ് ഫേസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും 100 മില്യൺ ടൈമാണ് ഈ ഒരു ഫസ്റ്റ് ഇപ്പോച്ചിക്ക് അവർ എന്ത് ചെയ്യുന്നത് നമുക്ക് സപ്ലൈ ആയിട്ട് തരുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ 8.5% ഓഫ് ബ്ലസ് ടോക്കണാണ് നമുക്ക് തരുന്നത്. അതിൽ 1.5% എക്സ്ചേഞ്ചുകൾക്ക് ലിസ്റ്റിങ്ങിനും പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? മേജറായിട്ട് 4 സ്റ്റെപ്പാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എത്രത്തോളം ആൾക്കാർ ഈ ഒരു നോഡ് റൺ ചെയ്യുന്നുണ്ടോ, ഹൗ ലോങ് യു ഹാവ് ബീൻ റണ്ണിങ് എ നോഡ്, അതേപോലെ തന്നെ ഇഫ് യു ഹാവ് പാർട്ടിസിപ്പേറ്റ് ഇൻ അവർ പ്രീവിയസ് ടെസ്റ്റ് നെറ്റ് ഫേസ്, അതേപോലെ തന്നെ ഇഫ് യു ഹാവ് ബീൻ ആക്റ്റീവ് കമ്മ്യൂണിറ്റി മെമ്പർ ഓൺ ഡിസ്കോഡ് ഓർ ട്വിറ്റർ, അതേപോലെ തന്നെ യു ഹാവ് ബി ബിൽഡ് ഓൺ ബ്ലസ്, ബിൽഡിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ്. ഇവിടെ ഒരു ഡേറ്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 13-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു സമയം. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ദിസ് will take place between the registration and claim. അപ്പോൾ മൊത്തം 63,40,880 നോട്ട്സ് ആണ് ഈ ഒരു ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. അതേപോലെ തന്നെ 24,19,000 സംതിങ് നോട്ട്സ് ആൾറെഡി തന്നെ ഇത്രത്തോളം ആൾക്കാരുടെ റണ്ണ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രത്തോളം യൂസേഴ്സും ഇത്രത്തോളം നോട്ട്സും കാണുമ്പോൾ അവർക്ക് എന്തായാലും സിബിലൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. എന്താണെന്ന് പറഞ്ഞാൽ IP അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ജെന്യൂൻ ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമാണ് എയർ ഡ്രോപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവരിവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് കണ്ടീഷൻസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ IP അഡ്രസ്സ് ചെക്ക് ചെയ്യുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിളായിട്ട് എന്തെങ്കിലും ഫേക്കൊക്കെ ചെയ്ത് ഒരുപാട് ഇതിലൊക്കെ ലോഗിൻ ചെയ്ത് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. മേ ബി ലക്ക് വൈസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതേപോലെ തന്നെ ഇമെയിൽ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെക്ക് വർക്ക് ലോഡ് കോമ്പറ്റീഷൻ സം സിബിൽ ഹാവ് ബീൻ സിമുലേറ്റിംഗ് പ്ലസ് നോട്ട് ആൻഡ് നോട്ട് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ഫേക്കിംഗ് ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ്, ട്വിറ്റർ, ഡിസ്കോഡ്, അതേപോലെ തന്നെ നിങ്ങളുടെ വാലറ്റിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും അവർ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് തരിക, ഈ ഒരു എയർ ഡ്രോപ്പ് തരിക എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്ലെയിം ആൻഡ് റിഡപ്ഷൻ ഓഫ് ടൈം. എപ്പോഴാണ് ഇത് ക്ലെയിം ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ദ എയർ ഡ്രോപ്പ് വിച്ച് ലാസ്റ്റ് 14 days വെൻ യു വിൽ. അപ്പോൾ നമുക്ക് ക്ലെയിമിംഗ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 14 ദിവസമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇഫ് യു ആർ എലിജിബിൾ സി ഹൗ മച്ച് ടൈം ടോക്കൺ യു വിൽ റിസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ടൈം ടോക്കണാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ശതമാനമൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം ടോക്കൺസ് ഒക്കെ കിട്ടും മേ ബി എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ചെയ്യാം. ഈ ഒരു റീസെൻ്റ്ലി ആണ് ഇവർ ഇങ്ങനെയുള്ളൊരു ഈ ഒരു ടോക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു ചാർട്ട് പുറത്ത് കിട്ടത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈ ഒരു പ്രൈസ് പ്രിഡിക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡിസൈഡ് ഹൗ ടു റിഡീം യുവർ ടൈം ഫോർ ബ്ലസ്. അപ്പോൾ ഇവിടെ പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ കിട്ടിയ സമയം തന്നെ ഇത് ദിവസം തന്നെ നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്ത് പൈസയാക്കാം. ഇല്ലെങ്കിൽ അവർ പറയുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. ഇത് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളാണ്. ക്ലെയിം സ്റ്റേക്ക് ബ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 മാസം നിങ്ങൾ സ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ 3x ബൂസ്റ്റിലാണ് നമുക്കത് കൂടുതൽ കിട്ടുക. അതേപോലെ തന്നെ 12 മാസം നിങ്ങൾ സ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ 8x ബൂസ്റ്റിലാണ് അത് കൂടുതൽ കിട്ടുക. അതേപോലെ തന്നെ 18 മാസം നിങ്ങൾ സ്റ്റേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 15x ബൂസ്റ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് കാലമായി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ
കിട്ടിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിഡ്രോ ചെയ്യുക. ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3/4 വിഡ്രോ ചെയ്ത് 1/4 നിങ്ങൾ സ്റ്റേക്കിന് ഇടുക. നിങ്ങൾ ഇത്ര കാലം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയ ഒരു പ്രോഫിറ്റും ഇതൊന്നും കിട്ടിയില്ല, എന്നത് സ്കാം ചെയ്തു എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേക്കിംഗ് ഓപ്ഷനിൽ ഇടുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 3 ഓപ്ഷൻ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദ ബൂസ്റ്റ് ആർ അപ്ലൈഡ് ഫോർ വെയിറ്റ്, അതായത് ഈ ഒരു സ്റ്റേക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നേരെ ഹോമിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എയർ ഡ്രോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അച്ചീവ് ഇല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് OKX വാലറ്റ് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5x ബൂസ്റ്റിൽ നിങ്ങൾക്ക് വീണ്ടും നോഡ് റൺ ആവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് അതിൽ കുറേ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് വാലറ്റാണോ ഇവിടെ പോപ്പപ്പ് ആയിട്ട് വരുന്നത്, ഫാൻറ്റം വാലറ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഫാൻറ്റം വാലറ്റ് തന്നെ യൂസ് ചെയ്യുക. ആ ഒരു ഫാൻറ്റം വാലറ്റിൽ ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുള്ള വാലറ്റ് ഇല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള വാലറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വാലറ്റ് തന്നെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ബോട്ട് ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റൊക്കെ റീസെൻ്റ്ലി നമ്മൾ ഓപ്പൺ ചെയ്ത വാലറ്റ് ആണെങ്കിൽ മേ ബി നമുക്ക് എന്താണ് ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസുകളില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വാലറ്റിൽ $1-2 ഇല്ലെങ്കിൽ മിനിമം $0.5 എങ്കിലും വെച്ചെന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലതാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരിന്നല്ല, നമുക്ക് മോസ്റ്റ്ലി ഒരു ഹ്യൂമൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോഷ്യൽസ് അതേപോലെ തന്നെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ഇത് ചെയ്തില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ 100% മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ സൊലാന വാലറ്റ് ഇവിടെ ആദ്യം തന്നെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ എത്തീരിയം വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ കൈറ്റോ ആപ്പർ ആണെങ്കിൽ നിങ്ങൾ ആപ്പ് ചെയ്തിട്ടുണ്ട്, ബ്ലസ്സിനെ പറ്റി ഒരുപാട് ട്വിറ്ററിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പോസ്റ്റ് ചെയ്ത അക്കൗണ്ടാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് ബേസ് ചെയ്തിട്ടും ഒരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ വേറെ ഏതെങ്കിലും മാറി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഒക്കെ ഇയർലി യൂസറായിരിക്കും, എന്നെക്കാളും മുമ്പ് വന്ന ആൾക്കാരായിരിക്കും, നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ട്വിറ്റർ അക്കൗണ്ടൊക്കെ മാറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആപ്പിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ട്വിറ്റർ അക്കൗണ്ട് തന്നെ കണക്ട് ചെയ്യുക. ബ്ലസ്സിനെ പറ്റി ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താണ് വളരെയധികം ഒരു എയർ ഡ്രോപ്പ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്കോഡിൽ നിങ്ങൾ വളരെയധികം ആക്റ്റീവ് ആണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലസ്സിൽ നിന്ന് കിട്ടുന്ന എയർ ഡ്രോപ്പ് ഫ്യൂ ആയിക്കോട്ടെ, കുറവായിക്കോട്ടെ, കൂടുതലായിക്കോട്ടെ, എന്തൊരു കാര്യം ആയിക്കോട്ടെ, പൈസയാണ്, കളയരുത്. അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.